റിപ്പോ നിരക്ക് 0.5% കുറച്ചു. റിസർവ് ബാങ്ക് പണനയ സമിതിയാണ് തീരുമാനമെടുത്തത്. വായ്പാ പലിശ നിരക്കുകൾ കുറയും. പി ബസന്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. ബസന്ത്, ഗുഡ് മോർണിംഗ്. ഈ പലിശ നിരക്കുകളൊക്കെ കുറയുന്നത് സാധാരണക്കാരന് എത്രത്തോളം പ്രയോജനകരമാകും? വിശദാംശങ്ങൾ എന്ത്? 3 ദിവസമായി ചേരുന്ന പണനയ സമിതിയിലാണ് ഇപ്പോൾ 5.5% നിന്നും 5.25% റിപ്പോ നിരക്കുകൾ കുറയ്ക്കാൻ തീരുമാനിച്ചത്. ഇത് ഈ കൊല്ലത്തിലെ അവസാന മാസത്തിലാണ് ഇക്കാര്യത്തിൽ ഇതൊരു തീരുമാനം വന്നത്. അതുകൊണ്ട് തന്നെ വില കയറ്റം കുറയുന്നു എന്നുള്ളൊരു സൂചനയാണ് സമിതി നൽകുന്നത്. ജൂൺ മാസത്തിലാണ് 6% നിന്നും 5.5% റിപ്പോ നിരക്കുകൾ കുറച്ചത്. അത് ഒരു വിലക്കയറ്റം കുറയുന്നു എന്നുള്ളൊരു സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അതിൽ നിന്ന് വീണ്ടും 0.5% കൂടി കുറയ്ക്കുന്നത് വലിയ തോതിലുള്ള ഒരു വളർച്ച രാജ്യത്തുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ പുതുവത്സരം വലിയൊരു പ്രതീക്ഷ നൽകുന്നു എന്നുള്ളൊരു സൂചന കൂടി ഇതിലുണ്ട്. നിലവിൽ മറ്റ് 3 തീരുമാനങ്ങൾ കൂടി എടുത്തിട്ടുണ്ട്. അതിലൊന്ന് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി 5%, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി 5.5% ആക്കിയിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ ബോണ്ടുകൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാനും ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഏതായാലും റിപ്പോ നിരക്കുകൾ കുറച്ചത് ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്കുകൾ കുറയും. ശരി, ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്കുകൾ കുറയുമെന്നത് ആശ്വാസകരമാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. വിശദാംശങ്ങൾ നൽകിയത് പി ബസന്താണ്.